ഓർക്കുക, യുക്രൈനിയൻ കുട്ടികളെ മോഷ്ടിച്ച് കടത്തിക്കൊണ്ടുപോയി എന്ന് ആരോപിച്ച് ഇതേ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് പുടിനെതിരെയും നിലവിലുണ്ട്. പക്ഷെ പുടിൻ മംദാനിയുടെ ലിസ്റ്റിലില്ല. ജൂതനായ നെതന്യാഹു മാത്രമേ തൽക്കാലമുള്ളൂ. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലെ ഒരാഴ്ച ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് പണി കൂടുതലാണ്. മാൻഹട്ടനിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് നടത്തുന്ന വാർഷിക സമ്മേളനത്തിന് അവിടെ എത്തുന്ന ലോക നേതാക്കളുടെ സുരക്ഷ ഒരുക്കുന്നത് അവരുടെയും കൂടി ഒരു തലവേദനയാണല്ലോ. ഇക്കുറി പക്ഷേ അവരുടെ പണി കഴിഞ്ഞ വർഷങ്ങളിലേതിനേക്കാൾ കൂടുമോ എന്ന് ഒരു ആകാംക്ഷയുള്ള ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിന് കാരണം മറ്റൊന്നല്ല, ന്യൂയോർക്കിലെ നമ്മുടെ മേയർ സൊഹ്റാൻ മംദാനി, അദ്ദേഹത്തിൻ്റെ ചില പദ്ധതികളാണ് അതിന് കാരണം. യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ വരുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ന്യൂയോർക്ക് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം ഗഹനമായി ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നാണ് വാർത്ത. Prime Minister Netanyahu belongs in The Hague. He's a war criminal who has been charged by the International Criminal Court. And what you will find is that is an opinion that is held by many purely because of what his actions have wrought over these last many years. I've also said that I will follow the laws that we have here in New York City because I believe that there is an importance in following the law as a leader who presides over our city, and that's something that I plan to do. Meaning? ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയാൽ യുദ്ധക്കുറ്റം ചെയ്തു എന്ന ചാർജ് നേരിടുന്ന ആളായതിനാൽ നെതന്യാഹു എത്തേണ്ട സ്ഥലം കോടതി സ്ഥിതി ചെയ്യുന്ന ഹേഗ് നഗരത്തിലാണ് എന്നാണ് മംദാനി പറയുന്നത്. അതിനാൽ നെതന്യാഹുവിനെ ന്യൂയോർക്ക് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് ഹേഗിലേക്ക് എത്തിക്കാമെന്നാണ് അദ്ദേഹത്തിൻ്റെ മോഹം. നിയമം അതിന് അദ്ദേഹത്തെ അനുവദിക്കുമോ എന്ന സംശയം മംദാനിക്ക് തന്നെ ഉണ്ട്. എന്നാൽ UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ വരുന്ന നെതന്യാഹുവിനെ ഹേഗിലെ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ തടങ്കലിൽ അഴിയെണ്ണിപ്പിക്കാൻ പറ്റുമോ എന്ന് കാര്യമായി. Part of this is we're not talking about a personal assessment of Benjamin Netanyahu. We're talking about the International Criminal Court and the fact that they have a warrant out for this prime minister's arrest. And I think it's important to talk about the weight that has as a charge, and also that as the mayor. നമുക്കറിയാം, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയാണ് നെതന്യാഹു. അദ്ദേഹം യുദ്ധക്കുറ്റവാളിയാണ് എന്ന് കോടതിയുടെ പ്രോസിക്യൂട്ടർക്ക് കൃത്യമായി തന്നെ തെളിവുകളുണ്ട് എന്ന് തന്നെ വെക്കുക. പക്ഷെ എന്തുകൊണ്ടാണ് നെതന്യാഹുവിനെ മാത്രം അറസ്റ്റ് ചെയ്യണമെന്ന് ഇദ്ദേഹത്തിന് ഇത്ര നിർബന്ധം? അതാണ് ചോദ്യം. വരുന്ന സെപ്റ്റംബറിൽ UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ വരുന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള നേതാക്കളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉണ്ടല്ലോ. പക്ഷേ മേയർ മംദാനിയുടെ ഈ പട്ടികയിൽ വ്ളാഡിമിർ പുടിനില്ല. ഓർക്കുക, യുക്രൈനിയൻ കുട്ടികളെ മോഷ്ടിച്ച് കടത്തിക്കൊണ്ടുപോയി എന്ന് ആരോപിച്ച് ഇതേ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് പുടിനെതിരെയും നിലവിലുണ്ട്. പക്ഷെ പുടിൻ മംദാനിയുടെ ലിസ്റ്റിലില്ല. ജൂതനായ നെതന്യാഹു മാത്രമേ തൽക്കാലമുള്ളൂ. ഇതിനു മുമ്പും സെപ്റ്റംബറിലെ UN സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയ ലോക നേതാക്കളിൽ നല്ല കിണ്ണം കാച്ചിയ യുദ്ധക്കുറ്റവാളികളുണ്ടായിരുന്നു. അവർ വരികയും പ്രസംഗിച്ച് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന ന്യൂയോർക്ക് മേയർമാരിൽ ആർക്കും അവരെയൊന്നും അങ്ങ് അറസ്റ്റ് ചെയ്ത് ഹേഗിലേക്ക് കൈമാറാമെന്ന് തോന്നിയിട്ടില്ല. കാരണം ന്യൂയോർക്ക് മേയർക്ക് അതിന് അധികാരമില്ല എന്ന് അവർക്കറിയാമായിരുന്നു. 2023 സമ്മേളനത്തിൽ അന്നെത്തിയ ആളായിരുന്നു അന്തരിച്ച ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി. 1988 ആയിരക്കണക്കിന് ഇറാനിയൻ രാഷ്ട്രീയ തടവുകാരെ വധശിക്ഷയ്ക്ക് അയച്ച ഡെത്ത് കമ്മീഷൻ
ആ കമ്മീഷനിൽ റേസി അംഗമായിരുന്നു. ആ ഒരു ബോഡിയാണ് ഈ ഡെത്ത് സെൻറ്റൻസ് പാസ്സാക്കിയത്. അയാൾക്കെതിരെ അമേരിക്കൻ ഗവൺമെൻറ് ഉപരോധങ്ങളുണ്ടായിരുന്നു. എന്നിട്ടും അയാൾ അറസ്റ്റ് ചെയ്യണമെന്ന് ന്യൂയോർക്കിലെ അന്നത്തെ മേയർക്ക് തോന്നിയില്ല. അയാൾ വന്നു പ്രസംഗിച്ചു പോയി. വടക്കൻ സിറിയയിലെ കുർദുകൾക്കെതിരെ സൈനിക നടപടികൾ എടുത്ത നേതാവായിരുന്നു തുർക്കിയുടെ പ്രസിഡന്റ് റെസെപ്പ് തയ്യിപ്പ് എർദോഗാൻ. പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് ന്യൂയോർക്കിലെ മുൻ മേയർമാർക്കൊന്നും തോന്നിയില്ല. സുഡാന്റെ ദീർഘകാല പ്രസിഡന്റ് ഒമർ അൽ ബഷീറിനെതിരെ വംശഹത്യ ആരോപണം ഉൾപ്പെടെ ICC വാറന്റുകൾ ഒരു പതിറ്റാണ്ടിലേറെ നിലനിൽക്കുന്നു. അദ്ദേഹവും UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിച്ചു പോയിരുന്നു. ഒന്നും സംഭവിച്ചില്ല. ഒരു വിദേശ നേതാവിനെ UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കാൻ വരുമ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം ന്യൂയോർക്ക് മേയർക്കില്ല എന്ന് മുൻ മേയർമാർക്കെല്ലാം അറിയാം. ഇപ്പോഴത്തെ മേയർക്കും അതറിയാം. 1947 ഹെഡ്ക്വാർട്ടേഴ്സ് കരാർ പ്രകാരം, UN ഹെഡ്ക്വാർട്ടേഴ്സ് കരാർ പ്രകാരം ഐക്യരാഷ്ട്രസഭയിലേക്ക് യാത്ര ചെയ്യുന്ന ലോക നേതാക്കളെ അമേരിക്ക എന്ന രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കേണ്ട ബാധ്യത അമേരിക്കക്കുണ്ട്. മാത്രമല്ല, അമേരിക്കയും ന്യൂയോർക്ക് നഗരവും റോം സ്റ്റാറ്റ്യൂട്ടിലെ കക്ഷികളെയല്ല. ഈ റോം സ്റ്റാറ്റ്യൂട്ട് പ്രകാരമാണ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതി തന്നെ രൂപീകരിച്ചത്. അതിൽ കക്ഷികളല്ലാത്ത ആളുകളാണ്, രാജ്യമാണ് അമേരിക്ക. അതുപോലെ തന്നെ ന്യൂയോർക്ക് നഗരവും. മാത്രമല്ല, ഇന്ന് വരെ ഒരു രാജ്യവും അധികാരത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രത്തലവനെയോ സർക്കാർ തലവനെയോ അന്താരാഷ്ട്ര അറസ്റ്റ് വാറണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഒരിക്കൽ പോലും. യുഗോസ്ലോവിയയുടെ സ്ലോബോഡൻ മിലോസെവിച്ചും അതുപോലെ തന്നെ ഈ സുഡാൻ്റെ ബഷീറും അധികാരം നഷ്ടപ്പെട്ട ശേഷമാണ് കോടതിയിലെത്തിയത്. അങ്ങനെയാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ICC അംഗമായ മംഗോളിയ എന്ന രാജ്യം പുടിനെ അറസ്റ്റ് ചെയ്യാൻ നിയമപരമായി ബാധ്യത ഉണ്ടായിരുന്ന രാജ്യമാണ്. എന്നിട്ടും അദ്ദേഹം മംഗോളിയയിൽ സന്ദർശിച്ചപ്പോൾ മംഗോളിയ പുടിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതാണ് ഉടമ്പടികൾ പ്രകാരം ബാധ്യസ്ഥരായ പരമാധികാര രാഷ്ട്രങ്ങൾ പോലും ചെയ്യാൻ തയ്യാറാവാത്ത കാര്യം തൻ്റെ പോലീസിന് സാധ്യമാകുമെന്ന് മംദാനി വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതല്ല കാര്യം. ഒരു നെറേറ്റീവ് ഉണ്ടാക്കുക. ലോകത്തിലെ ഏക ജൂതരാഷ്ട്രത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് ന്യൂയോർക്ക് തെരുവിൽ കൈവിലങ്ങണിഞ്ഞ് നിൽക്കാൻ പോകുന്നു എന്ന ഒരു നെറേറ്റീവ് ഉണ്ടാക്കുക. അതാണ് ലക്ഷ്യം. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള സ്ഥലം കൂടിയാണല്ലോ ന്യൂയോർക്ക്. ജൂതന് വേറെ നിയമമാണ് എന്ന തത്വം അതിലൂടെ പ്രസരിപ്പിക്കുക. പുടിനും മറ്റും ആ നിയമം ബാധകമല്ല, കാരണം അവർ ജൂതന്മാരല്ല. അങ്ങനെ ആ ഒരു മെസ്സേജും കൂടി അതിലൂടെ സൂചിപ്പിക്കുക. അതാണ് ഈ മംദാനി എന്ന മേയറുടെ ലക്ഷ്യം. ഇസ്ലാമിസ്റ്റുകളെപ്പോലെ ഫാർ ലെഫ്റ്റിനെയും ഫാർ റൈറ്റിനെയും ഒക്കെ സന്തോഷിപ്പിക്കുന്നതാണ് മംദാനിയുടെ ഈ ആലോചനകൾ.